അച്യുതം കേശവം രാമനാരായണം കൃഷ്ണരാമേന്ദ്രം വാസുദേവം ഭജേ ശ്രീധരം ജാനകി നായകം രാമചന്ദ്രം ഭജേ അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധിയാ ഇന്ദിരാമന്ദിരം ചേതസാ സുന്ദരം ദേവകീ നന്ദനം വാസുദേവം കൊച്ചൂട്ടി വിസ്തരിച്ച പിന്നെ മതി. ആദ്യം തൊട്ട് കൂട്ടാൻ വല്ലോണ്ടെങ്കിൽ താ. കഴിക്കാറായിരിക്കണോ? ഇനി വേറെ വിസ്തരിക്കാൻ നിൽക്കണ്ടച്ചാ. ഇനി രാത്രി മുഴുവൻ അയ്യോ ആവൂന്ന് ഒച്ചയിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങും അച്ഛൻ. രാഘവൻ അടിവാരത്തുനിന്ന് കൊണ്ടുവന്ന നല്ല സാധനം ആയതുകൊണ്ട് ഒരു ലേശം എടുക്കണമെന്നേ ഉള്ളൂ. എന്ന് ലേശായിട്ടാണ് തുടങ്ങല്. രാഘവേട്ടന്റെ തുണക്കിരിക്കണോന്ന് പറയാൻ ഇപ്പൊ ഒരു ന്യായം ഉണ്ടല്ലോ അച്ഛന്. ആ അടിവാരത്ത് പോണോന്ന് എന്തേ പറയാഞ്ഞേ? എനിക്ക് ചില സാധനങ്ങൾ വേണ്ടിയിരുന്നു. പോണോ ഉദ്ദേശില്ല. ഇറങ്ങുമ്പോ നാളെ അങ്ങാടി പോണുണ്ട്. ആ പപ്പടം തീർന്നു. ഒരു വാരസോപ്പും വേണം. പിന്നെ വേറൊന്നും വേണ്ട. തെക്കേമലയിൽ ആരാച്ച തീയിട്ടിരിക്കണു? എവിടെ? കരിക്കച്ചവടക്കാര് കേറി കേറി ഇവിടെ എത്തിയോ? ഇവിടെ കരിക്കാൻ എവിടെ മരം? ഞാനൊന്ന് നോക്കിട്ട് വരാൻ നാണോട്ടാ. അതാ ഇരുളര് വലുതും ചുട്ടു തന്നെയാവും. താ ഇരിക്കടോ. ബ്ലോക്ക് ഓഫീസിൽ അറിഞ്ഞു കൊടുത്തില്ലേ? കൊടുത്തില്ല. വിവരം അന്വേഷിച്ച്. സർക്കാർ പല വകുപ്പിലും തരണ്ടെന്ന് റേഡിയോക്കാര് കാർഷിക രംഗത്തിൽ പറയണ്ടല്ലോ. എന്തിനാ വേണ്ടാന്ന് നോക്കണേ? ഇപ്പൊ ഇതിനൊക്കെ അടിവാരം വരെ പോയാ മതിയല്ലോ. ഞങ്ങള് കൃഷി തുടങ്ങിയ കാലത്ത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പാലക്കാട്ട് തന്നെ പോണം. ഇരിക്കടോ. അച്ഛൻ നിത്യം കൂട്ടിന് വിളിച്ചിരുത്തി ഇപ്പൊ രാഘവേട്ടന് ഇതൊരു പതിവാക്കിയല്ലേ? എന്നും നാണോട്ട് സ്വന്തം കൃഷിയില്ലേ കഴിക്കണേ. ഒന്ന് സ്വാദ് മാറട്ടെ വെച്ചിട്ട് ഇത് വാങ്ങി. പേരെന്ത് പറഞ്ഞാലും ഇത് കരിമ്പൻ ചെണ്ടി തന്നെയാ. കാശ് അധികം കൊടുക്കണമെന്നൊരു വ്യത്യാസം മാത്രം. അല്ലേ രാഘവ? അച്ഛാ
രാഘവേട്ടന്റെ കയ്യിൽ കാശ് കൊടുത്തയക്കണം, മറക്കണ്ട. പപ്പടം സോപ്പ് അത്രയല്ലേ ഉള്ളൂ. കണക്ക് ഞാൻ പിന്നെ തരാം. ഇന്നാളും രാഘവേട്ടന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ ചെലവായിട്ടുണ്ട്. അച്ഛനത് കൊടുത്തോ? കണക്ക് ചോദിച്ചോ? തുടങ്ങി അവളുടെ ഒരു കണക്ക്. ഇങ്ങനെ നുള്ളു നുറുങ്ങ കാര്യങ്ങൾക്ക് കണക്ക് പറയുന്ന ഒരു ചേപ്പറയല്ലേ കൊച്ചൂട്ടി? അന്യന്മാരല്ലല്ലോ. കൊച്ചൂട്ടി പേടിക്കണ്ട, ഒന്നിച്ചൊരു കണക്ക് തരാം. അങ്ങനെയല്ല നോക്കിയാൽ ഞാൻ ഇവിടുന്ന് കഞ്ഞിയും ചോറും കഴിക്കണേന് കണക്ക് വെക്കേണ്ടി വരുമല്ലോ. അത് വ്യത്യാസമുണ്ട്. രാഘവേട്ടന് അനുഭവം ഒന്നും എടുക്കാറായിട്ടില്ലല്ലോ, അപ്പൊ കാശിന് ആവശ്യം ഉണ്ടാവും. അതുകൊണ്ടാ പറയണേ. കാശ് വരും പോവും, ഞാനത്ര സാരാക്കാറില്ല. ചോറിന്റെ ഏർപ്പാട് നോക്കിക്കോ. എടോ, ഇത് സാധനം നന്ന്. അവരാച്ചൻ ഇത് മാത്രമേ കഴിക്കൂ എന്ന് പറയുന്നത് വെറുതെ അല്ല. അവരാച്ചന് 6 മാസത്തിൽ 50,000 60,000 കിട്ടുമ്പോ ഇതൊക്കെ ആവാം. അത് കണ്ട് അച്ഛൻ ഇവിടെ കിടന്ന് തുള്ളിയാലുണ്ടല്ലോ. മുൻകോപം ഇവളുടെ അമ്മയുടെയും സ്വഭാവം ഇങ്ങനെ തന്നെയായിരുന്നു. രാമ, ഒരു 3 ആള് വന്നാ മതി. ആവശ്യമില്ലാത്തപ്പോ 100 ആള് പണിക്ക് വരും. ആവശ്യമുള്ളപ്പോഴോ മഷിയിട്ട് നോക്കിയ ഒന്നിനെയും കാണൂല്ല. ആരാ? രാജു എണീറ്റില്ലേ? ഏത് രാജു? ഇവിടെ താമസിക്കുന്ന രാജു. അച്ഛാ, ഏതോ രാജുവിനെ ചോദിക്കണോ? മനസ്സിലായില്ല. രാജു ഇല്ലേ? കുറച്ചു കാലമായി രാജു ഇവിടാണ് താമസം എന്ന് ആരോ പറഞ്ഞു. രാഘവനെ ചോദിക്കണേ അല്ലേ? അതെ അതെ, ഞങ്ങൾ നാട്ടിൽ വിളിക്കണതാ രാജു എന്ന്. അങ്ങനെ പറയൂ. രാഘവന്റെ നാട്ടിൽ നിന്നല്ലേ? വരൂ, അവിടെയാ. രാഘവ എണീറ്റില്ലേടോ? ഒരു വിരുന്നുണ്ട്. ഞാൻ വിളിച്ചോളാം. രാത്രി ഒരേ വർത്താനം പറഞ്ഞ നേരം കുറെ ആയി ഇന്നലെ കിടക്കുമ്പോ. ആ നാഗമ്മയുടെ ഒരു വിവരമില്ല കൊച്ചോട്ടി, 4 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട്. നെല്ലും കാശും തീർന്നാ വരും. അങ്ങനെയാണല്ലോ അതിന്റെ പതിവ്. ആ, രാഘവേട്ടൻ എണീറ്റില്ലേ? അവിടെ ആരുമില്ല. രാവിലെ പോവെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത്ര നേരത്തെ പോവാറില്ല സാധാരണ. ചിലപ്പോ കേറിയിരിക്കൂ. രാഘവനെ കണ്ടില്ലേ? അവിടെ ഇല്ല. ഈ രാഘവേട്ടൻ ഇത്ര നേരത്തെ എങ്ങോട്ടാ പോയത്? ചിലപ്പോ വെറുതെ തോട്ട വെച്ചതൊക്കെ നോക്കാൻ ഇറങ്ങിയതാവും. ഞങ്ങൾക്ക് ഇവിടെ ഒരാളും വരാനില്ല. രാഘവന് ചങ്ങായിമാരായിട്ട് ചിലരെങ്കിലും ഉണ്ടല്ലോ. പേരെന്താന്നാ പറഞ്ഞേ? ബാലൻ. ആ, ഇവിടെ വന്ന് പെടാനാ പാട് അല്ലേ? വന്ന് പെട്ടാൽ ഒരു വിഷമമില്ല. എന്തു തോന്നി? നല്ല സ്ഥലം. ലോറിയിൽ വന്നാതോ ജീപ്പിലോ? ജീപ്പില്. കരി കയറ്റാൻ വരുന്ന ലോറിക്കാർക്കൊക്കെ എന്നെ അറിയാം. നാണേട്ടന്റെ അടുത്തേക്കാന്ന് പറഞ്ഞാൽ ഒരുമാതിരിക്കാരൊക്കെ കയറ്റും. ഞാനാ ഈ ഭാഗത്ത് ആദ്യം വന്നത്. ഞാൻ പോയിട്ട് പിന്നെ വരാം. അതാപ്പോ നന്നായേ. ഇക്കണ്ട ദൂരം വന്നിട്ടും ചെങ്ങായിയെ കാണാണ്ട് പോവേ. രാഘവൻ ഞങ്ങൾക്ക് അന്യനൊന്നുമല്ല. കൊച്ചുട്ടി, വരണ വിവരത്തിന് രാഘവൻ ഒരു കാർഡ് ഇടായിരുന്നില്ലേ?
എന്നിട്ട് എന്താച്ചാ വിശേഷം? ആ തപാൽക്കാരൻ ഈ കുന്നു കയറി ഇറങ്ങോ? താഴത്തങ്ങാടിയിൽ കൊടുത്തിട്ട് പോവും, അത്ര തന്നെ. ഇക്കണ്ട ദൂരം നടക്കാൻ അയാൾക്കും കഷ്ടം തന്നെ. അല്ല, ഞങ്ങൾക്ക് ഇവിടെ എഴുത്തും കുത്തൊന്നും വരാനില്ലാന്നും വെച്ചോളൂ. രാഘവന്റെ അടുത്ത് തന്നെ വീട്. ബാലി കയറാമല എന്നൊക്കെ പറയണ പോലെ ഒരു സ്ഥലം അല്ലേ ബാല? ആദ്യം വരണവർക്ക് അങ്ങനെ തോന്നും. ഓരോ തലയിലെഴുത്തിന്റെ ഫലമായിട്ട് ഓരോരുത്തർ ഇവിടെ വന്നു വിടുന്നു. അല്ലാണ്ട് എന്താ പറയാ? ബാലന്റെ വീടിനൊന്നും പറ്റിയില്ല. എന്റെ വല്ലാത്തൊരു തലയിലെഴുത്ത് തന്നെയാ ഈ രാഘവന്റെ. മലവെള്ളം വന്ന് ഒറ്റ രാത്രി കൊണ്ട് വീടും കുടിയൊന്നും ഇല്ലാണ്ടാവുക വെച്ചാൽ, വീടും മുതലുമൊക്കെ പിന്നെ ഉണ്ടാക്കാന്ന് വെച്ചോ. അമ്മയും താഴെയുള്ളവരൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായാൽ, പണിസ്ഥലത്തായതുകൊണ്ട് രാഘവൻ രക്ഷപ്പെട്ടു അല്ലേ? അവരെ അച്ഛൻ തോമാസ് നായ്ക്കരെ. ഇപ്പൊ ഈ മലവാരത്തിൽ നിറച്ച ആളായി. ഇവരൊക്കെ ഞാൻ വന്നതിന് ശേഷം സ്ഥലം വാങ്ങിയവരാ. ഞാൻ വന്ന കാലത്ത് ഇവിടുത്തെ താഴ്ത്തങ്ങാടിൽ പകലൂടെ കുറുക്കനും പന്നി ഇറങ്ങും. ഇപ്പൊ ഒരു നേരം പീടിക കണ്ടില്ലേ? അച്ഛന് ചായ വേണോ? വേണ്ട, നമുക്ക് നെല്ല് ഉണക്കാനുണ്ടേ കൊച്ചോട്ടിയെ. നാട്ടില് കൃഷിയുണ്ടോ? ഇപ്പോഴില്ല. നാട്ടിലെ കൂലിച്ചെലവ് കേൾക്കുമ്പോ കൃഷി കൊണ്ട് ഒറ്റ ലാഭം ഉണ്ടാവില്ല. അധ്വാനിച്ചാൽ അതിന്റെ ഫലം ഉണ്ടാവും ഇവിടെ. പക്ഷെ അതിലൊരു താല്പര്യം വേണം. ബാലന്റെ ചങ്ങായിക്ക് വലിയ ഉത്സാഹമൊന്നുമില്ല. പേരിന് സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്നല്ലാതെ ഒന്നും ചെയ്യണില്ല. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഓരോ സമയത്ത് ഓരോ കമ്പാ രാഘവൻ. ഇരിക്കൂട്ടോ. തീരായിട്ട് നിൽക്കണ ഒരു തള്ളയുണ്ട്. അതുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ദിവസം 1 ഉറുപ്പിയുടെ പുകല തിന്നും ഇല്ലേ കൊച്ചോട്ടി? അത് സാരമില്ല. പക്ഷെ മേലനങ്ങ മടിയുള്ള സൈസാ. എനിക്കതാ ദേഷ്യം. ഞാൻ അങ്ങാടിയിലോ അടിവാരത്തിലോ വെച്ച് കണ്ടോളാം. ഇരിക്കുന്നു. ബാലൻ ഒരു വഴിക്ക് ഇറങ്ങുമ്പോ ചെങ്ങായി വേറൊരു വഴിക്ക് കയറും. രാഘവന്റെ നാട്ടിൽ നിന്ന് ഒരു ചെങ്ങായി വന്നിട്ട്, കുളിക്കണോ? ഇത് അങ്ങോട്ട് ഇറങ്ങി ഞങ്ങളുടെ പുഴയണം. നല്ല അസല് വെള്ളം. തോർത്ത് വേണം. വേണ്ട, ഞാനൊന്ന് നടന്നിട്ട് വരാം. നടന്നോ? ഒരു ദിവസം നിങ്ങൾ ആദ്യം പണി തുടങ്ങിയെന്ന് വെച്ച് തെറ്റൊന്നുമില്ല രാമ. ചെല്ലേ. എന്തോ ഒരു ബേജാറും കൊണ്ടാ ഈ ചെങ്ങായി വന്നിരിക്കണേ അല്ലേ കൊച്ചുട്ടിയെ? മിണ്ടാട്ടം കുറവാ. അച്ഛൻ വർത്താനം തുടങ്ങിയ പിന്നൊരാൾക്ക് പറയാൻ ഇടയിട്ടിട്ട് വേണ്ടേ? അതുകൊണ്ട് മിണ്ടാത്താവും. നിന്റെ അമ്മ എനിക്ക് പണ്ടൊരു പേരിട്ടിരുന്നു, വെട്ടുക്കിളിന്ന്. എപ്പോഴും വായ കൂട്ടൂല. വായിലെ നാവിന്റെ ബലം കൊണ്ട് തന്നെയല്ലേ അച്ഛന്റെ കൂടെ ഈ കാട്ടുമുക്കിലേക്ക് പോരാൻ അമ്മ സമ്മതിച്ചത്? എന്നും അതെനിക്കൊരു അതിശയാ. അങ്ങനെ അതിശയിക്കൊന്നും വേണ്ട. ചെറുപ്പത്തിൽ എന്നെ കണ്ട എങ്ങനെ ഇരുന്നു? അമ്മ മോഹിച്ചേ തെറ്റൊന്നുമില്ല. ഓ പിന്നെ കാമദേവന് വയസ്സായാലും ഇങ്ങനെ ഇരിക്കുമല്ലേ?